ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വ്ളോഗും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞ് കുറേ നല്ല കമൻസ് വന്നിരുന്നു. അതേപോലെ കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടുതലായി കയറി. അതേപോലെ നല്ല റിവ്യൂസ് വന്ന്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സപ്പോർട്ട്. അതേപോലെ എല്ലാവരും ഇനി തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മളെ നോമ്പ് 2ആണ്. ഫസ്റ്റ് നോമ്പ് അൽഹംദുലില്ലാ റാഹത്തായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് നോമ്പാണ്. അപ്പോൾ ഏകദേശം ഒരു 2 മണിയായിക്കണം. ഞാൻ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് നേരെ കിച്ചണിൽ കയറാണ്. ഇന്നലെ ഉറങ്ങിയിട്ട് നമുക്കൊന്നും പ്രോപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുക്കിംഗ് ആയിരുന്നു. അവിടെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ച്. ലക്ഷ്മി ഉണ്ട് കൂടെ. അപ്പം അങ്ങനെ രണ്ടാളും കൂടിയുള്ള കുഞ്ഞു നോമ്പ് തുറ പ്രിപ്പറേഷൻസും നോമ്പ് തുറക്കണ വീഡിയോസും അതിനുശേഷമുള്ള കുറച്ച് പരിപാടിയായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ കാണാം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. 2 മതിയാവും വിചാരിക്കണം. ഇന്നലെ തന്നെ ഉണ്ടാക്കിയിട്ട് സമൂസ 3-4 ബാക്കിയായിരുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് മാവ് ബാക്കി ഉണ്ടെങ്കിൽ എടുത്തൊക്കെ വിചാരിച്ചു ഫ്രിഡ്ജിൽ. എന്നിട്ട് നാളെ ഉണ്ടാക്കാമല്ലോ. കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കട്ടോ. നമുക്ക് ജ്യൂസ് അടിക്കാം. ഇന്നലെ ഞാൻ വെറും പഴവും ഡേറ്റ്സും മാത്രം ഇട്ടിട്ട് ജ്യൂസ് അടിച്ചേ. ഇന്നിപ്പോൾ ആപ്പിളും പഴത്തിട്ട് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു. കാരണം പഴത്തിൻ്റെ ഒക്കെ കളറ് മാറി തുടങ്ങിയിരിക്കണേ. അയ്യോ, നോമ്പായ എനിക്ക് തോന്നണം എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. കിണരാനായ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കും. പിന്നെ എനിക്കൊരു ആപ്പിളിന്റെ പകുതി മതി, കാരണം ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. പിന്നെ ഇന്നലത്തെ കമന്റിൽ ആരോ പറഞ്ഞിട്ട് റൂംമേറ്റിന് കൊടുത്തൂടെ. റൂംമേറ്റിനെ തന്നില്ലേ? ഇന്നെക്കാൾ വെച്ചിരിക്കണ ഓളേക്കാരൻ ചിലപ്പോ. ഇങ്ങനെ ചെറിയ കളർ മാറിയ പായക്കണ്ടെങ്കിൽ വേഗം ജ്യൂസ് അടിക്കാം, സെറ്റാ. പിന്നെ എനിക്ക് നോമ്പ് ഇറക്കുമ്പോൾ ജ്യൂസ് നിർബന്ധം. പിന്നെ നാരങ്ങാവെള്ളത്തിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ജ്യൂസ് ഉണ്ടാക്കലുണ്ട്. ഡേറ്റ്സ് ആണെങ്കിൽ ഡേറ്റ്സ് ഇട്ടോ. പക്ഷെ എന്തെങ്കിലും ഡേറ്റ്സ് ഇട്ടോ എനിക്ക് ഡേറ്റ്സ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്യാനും മറന്നു. ആവശ്യത്തിന് പാലും പഞ്ചസാര ഇവിടെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ജ്യൂസ് എടുക്കുക. ഞാൻ ഇന്ന് നല്ല ടയേർഡാന്ന് പറഞ്ഞപ്പോൾ ഇന്ന് റൂംമേറ്റ് പറഞ്ഞു ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാം, രാത്രി ഈ വേറെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ഇന്നലത്തെ പത്തിരിയും കുറച്ച് ചിക്കൻ കറിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. ഞാൻ അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. ക്യാരറ്റ്, ക്യാബേജ്, പിന്നെന്താ വെളുത്തുള്ളി ഉണ്ട്, ഇതിൽ ഉള്ളി ഉണ്ട്, ചിക്കൻ ഇവിടെ പൊരിച്ചാണ്, ഇഞ്ചി ഓൾറെഡി എണ്ണയിലിട്ടിട്ട് മൂപ്പിക്കുന്നുണ്ട്, സ്പ്രിംഗ് ഒനിയൻ ഇല്ല, ക്യാപ്സിക്കം അരിയാനുണ്ട്, റൈസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കണേ. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ കാണിച്ചു തരാം. നമ്മൾ ഇഞ്ചി ഇട്ടു, അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ടു. ഗൈസ്, എനിക്ക് ഇങ്ങനെ റെസിപ്പി വീഡിയോ പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് അറിയണ പോലെ നമ്മൾ സെറ്റാക്കാം. പിന്നെ ഇന്നലെ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഓള് ക്ലാസ്സിലായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം എൻ്റെ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞു. ഫസ്റ്റ് ക്യാരറ്റ് ഇടുക, ഉള്ളി അല്ല ഇടുക. ഉള്ളി പെട്ടെന്ന് വരണ്ടു പോകൂലേ, ക്യാരറ്റിന് കുറച്ച് സമയം വേണ്ടേ. ഷെഫിന്റെ മൊത്തം എടുക്കണോ? വേണ്ട, ഷെഫിന് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഷെഫിന്റെ വകെ ഫുഡ്. ലക്ഷ്മിന്റെ തക്കാളി ചോറും ഭയങ്കര അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്രൈഡ് റൈസും എനിക്ക് ഇഷ്ടം അവൾ ഉണ്ടാക്കണത്. പിന്നെ അവള് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കും, അതും സീന. ഞാനന്ന് ഇവിടുന്ന് പോയപ്പോഴത്തേനെ എനിക്ക് ക്യാബേജും ഉള്ളി കിട്ടി. എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല നീ? അത് എന്ത് നോക്കട്ടോ, ഒന്നുകൂടെ ആയിക്കോട്ടെ, കുറച്ചുകൂടെ ആയിക്കോട്ടെ. എന്നതിന്റെ പാർട്ടീഷൻ നമ്മൾ പൊരിച്ച ചിക്കനെ കട്ട് ചെയ്യാണ്. ചോപ്പർ നൈസായിട്ട് നമ്മളടുത്ത് പൊട്ടി, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യും, കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. ചോപ്പറിലേക്കാൾ നല്ല കട്ടിംഗ് ബോർഡിൽ കട്ട് ചെയ്യണല്ലേ. ഇതിന് എന്താ വലുതായിട്ടൊക്കെ ആയിരിക്കും, അതാകുമ്പോ ഒരു കറക്റ്റ് സൈസിൽ കിട്ടിയത്. പണിയെടുക്കണ്ട, ഇനി എത്ര സമയം പണിയെടുക്കണം? ഈസി വേയിലല്ല ഉണ്ടാക്കാം. എല്ലാവരും മടിയന്മാരാ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതെ, നമ്മൾ 2 മുട്ട, പെപ്പറും അതേപോലെ സാൾട്ടും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനെന്താ പറയുക, സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമ്മളൊക്കെ മുട്ട ചിക്കിയത് നോക്കിയാട്ടാ പറയല്.
സംഭവം MBBS പഠിക്കണില്ല, എനിക്ക് ടിപ്പിക്കൽ മലപ്പുറം വർത്താനാണ്. ഈ ഇജ്ജി കുച്ചി കജ്ജി ആ സാധനങ്ങളാണ് കറക്റ്റ് വരും. പിന്നെ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച കറിവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അത് ഞാൻ ഇതേപോലെ ഉണക്കിയിട്ട് ബോക്സിലാക്കി വെക്കുക ചെയ്തേ. കാരണം അല്ലാണ്ട് എന്തായാലും ഇത് ഫ്രഷ് ആയിട്ട് നിൽക്കില്ല. എത്ര ട്രൈ ചെയ്താലും കുറച്ച് ഫ്രീസറിൽ വെച്ചാൽ നിൽക്കുമായിരിക്കും, പക്ഷെ നമ്മളെ കയ്യിൽ കിട്ടാൻ തന്നെ 3 days ടൈം എടുത്ത് 3 days കൊണ്ട് അത്യാവശ്യം ഉണങ്ങീന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണക്കിയിട്ട് ഇതാക്കുക ചെയ്താൽ, ഉണക്കിയാലും ഇതിന് അതിൻ്റെ സെയിം ടേസ്റ്റും മണക്കം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചെയ്ത്. നമ്മൾ ഓൾറെഡി ആക്കി വെച്ചിരുന്നു കേട്ടോ. ചോറ് നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ട് ചോറ് ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പം ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരു ബാക്കി ഉണ്ടായിരുന്നത് നോമ്പിന് മുൻപ് വാങ്ങിച്ചതിന് ഒരു കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് വെച്ചിട്ട് കോളിഫ്ലവർ പൊരിക്കാം. പിന്നെ കട്ട്ലേറ്റൊക്കെയുള്ള മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഉള്ളിലൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചേക്കണം. പൊട്ടറ്റോ ഓൾറെഡി ഞാൻ പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇനി അത് മാഷ് ചെയ്യണം. പിന്നെ ഇത് നമുക്കൊന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. പെട്ടെന്ന് വേവും, 2 മിനിറ്റ് കൊണ്ട് ഇത് വേവും. എന്നിട്ട് നമുക്കിത് മസാല മാവ് ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി പൊരിക്കാം. ഞാൻ ഈ പൊക്കവടിയും മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ മാവില്ല, അങ്ങനത്തെ മാവ് ഉണ്ടാക്കി അതിൽ മുക്കി പൊരിക്കാന്ന് വിചാരിക്കണേ. കോളിഫ്ലവർ പൊരിക്കാനുള്ള മാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് എന്തൊക്കെ ഇടണേന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലായിട്ട് ഞാൻ പറഞ്ഞുതരുന്നത്. ചിലപ്പം എല്ലാ വീട്ടിലും എല്ലാ ആൾക്കാരും ഇങ്ങനൊന്നും ആവില്ലട്ട് ഉണ്ടാക്കണേ. കുറച്ചും എനിക്ക് കിട്ടണമല്ലോ. അമ്മേ കുറച്ച് മൈദ എടുക്കാം, കുറച്ചുള്ളൂ. അതുകൊണ്ട് നമുക്ക് തോനെ മൈദയും തോനെ പൊടിയൊന്നും വേണ്ട. ഒരു 5-6 നമുക്ക് പൊരിക്കാനുണ്ടാവുള്ളൂ. മൈദയും കടലമാവും. സോറി, ഞാൻ പൊട്ടിച്ച്. കുറച്ച് കടലമാവും, പിന്നെ ഇതിക്ക് കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ചിക്കൻ മസാല അത് കുറച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ കശ്മീരി ചില്ലി പൗഡർ ഇടുന്നത്. ഞാൻ മുളക് ഇടണില്ല, കാരണം ഞാൻ എല്ലാവർക്കും മുളക് ഇട്ടിട്ട് സീനാക്കണ്ട ചോദിച്ച്. കുറച്ച് മുളകും, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സാൾട്ടും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതാക്കാം. ഇത് വേണമെങ്കിൽ കുറച്ച് ഒരു മുട്ടയും കൂടി ഇതിക്ക് പൊട്ടിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ മാവ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഈ കളറിന് വേണ്ടിയിട്ടാട്ടോ ഈ കശ്മീരി ചില്ലി പൗഡർ ഇത്ര ഇട്ടത്, അല്ല എരിക്ക് വേണ്ടിയിട്ടല്ല. കാരണം എനിക്ക് മഞ്ഞ കളറിലാണ് എപ്പോഴും ഇഷ്ടം, ചുവപ്പ് കളറാണ്. ആ റൈസൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഒരു പൊടിക്ക് കുറച്ച് മുളക് പൊടി വരിടും. എനിക്ക് കളറുള്ള ചോറ് ഭയങ്കര ഇഷ്ടം. എന്നോടല്ല ഞാൻ വീഡിയോ എടുക്കണം പറഞ്ഞേ, ദുഷ്ടത്തി മറന്നുപോയിന്ന് പോത്തും കുട്ടി. എനിക്ക് വന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. പെപ്പറൊക്കെ ഇട്ടില്ലേക്ക്, പെപ്പർ ഇട്ടു, സോയാ സോസ് ഇട്ടു, ടൊമാറ്റോ സോസ് ഇട്ടു, ചില്ലി സോസ് ഇട്ടു. എന്താ മുട്ട ഫുള്ളിടാത്ത? മുട്ട ലാസ്റ്റ് ഇടാൻ വെച്ചു. ഒരടുപ്പത്ത് നമ്മളെ കോളിഫ്ലവർ ഞാൻ പുഴുങ്ങാൻ വെച്ചിരുന്നു, വേറെ അടുപ്പത്ത് ചിക്കനും പുഴുങ്ങാൻ വെച്ചിരുന്നു കട്ട്ലേറ്റൊക്കെയുള്ള. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിരിക്കണം. നമുക്കിനി അടുത്തതായിട്ട് നമ്മളെ കട്ട്ലേറ്റൊക്കെയുള്ള മസാല ഉണ്ടാക്കാം. ഞാൻ കുറച്ച് പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ വെച്ചേക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, എന്നാലും ഒരു ആഡംബരത്തിന് നമുക്ക് അതൊക്കെ ഇടാം. ഉമ്മ എന്തായാലും കൊടുത്തയച്ചല്ലേ. പിന്നെ നമുക്ക് കുറച്ച് ഗാർലിക്കും ഇഞ്ചിയും ചോപ്പ് ചെയ്തത് ഇടാം. നമുക്കതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഈ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞതിടാം. നമുക്ക് നമ്മൾ പൊട്ടറ്റോ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്നു, നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ഏതാ സിനിമ? ഭരചന്ദ്രൻ IPS ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കോപ്പിറൈറ്റ് അടിക്കുമോന്ന് എനിക്ക് അറിയില്ല. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് 6000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഞാൻ ഫസ്റ്റ് ഈ രണ്ടാമത് വലിയ വ്ളോഗ് ഇടുന്ന സമയത്ത് 2000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറിയത്. ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് ഇട്ടോന്നല്ല, പക്ഷെ എന്നാലും ഒരു ഇത്രയും ആൾക്കാർ പെട്ടെന്ന് അത് കണ്ട്, കുറേ ആൾക്കാർ നല്ല റിവ്യൂസ് പറഞ്ഞേ, കുറേ ആൾക്കാർ വ്ളോഗ് ഇടണം എന്ന് പറഞ്ഞ്, അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായേ. ഞാൻ ഇടുന്നത് എല്ലാവർക്കും ഇഷ്ടമുണ്ട്. സ്ഥലം വരില്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ഇട്ടിട്ട് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ലൊരു
റിയാക്ഷൻ ആൾക്കാരിൽ നിന്ന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയാണ്. അപ്പം നമുക്കിത് മാഷ് ചെയ്ത് വെച്ചാണ് ഞാൻ. പിന്നെ ഓൾറെഡി നമ്മൾ കോളിഫ്ലവർ പൊരിക്കാനുള്ള മാവ് ഞാനിവിടെ റെഡിയാക്കി വെച്ചാണ്. നമ്മളെ മസാലയിൽ ഉള്ളി വാടിയപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് വലിയ എരിവൊന്നും ഇല്ല കേട്ടോ ഇവിടുത്തെ പച്ചമുളക്. ഞാനത് കുനുകുന അരിഞ്ഞിട്ട് ഇട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയാളം ഇടാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ പൊടി. അങ്ങനെ എനിക്ക് തോന്നുന്ന കുറച്ച് അത്യാവശ്യം എരി ഉണ്ടാവും. നമുക്ക് ഇതിക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത ചിക്കൻ ഇതിലിടാം. ഓ, ഇതിങ്ങനെ മാത്രം തന്നാൽ മതിയേ. നമുക്ക് ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത പൊട്ടറ്റോ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. വീഡിയോ കറക്റ്റ് ആണോ? ഇത് പാത്രം അതോ ഈ അബ്രോഡ് പഠിക്കുന്ന ആൾക്കാരുടെ പാത്രത്തിന് ചുരുക്കൊന്നും ആരും നോക്കിയത്. കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ ടിൽ നൗ സെയിം പാത്രക്കാർ ഉപയോഗിക്കുന്നുണ്ടാവുക. അതേപോലെ നമ്മൾ ഇവിടുന്ന് വെക്കേഷന് നാട്ടിൽ പോയാൽ ഇത് നമ്മളിവിടെ നിൽക്കണ ആൾക്കാർക്ക് കൊടുത്തിട്ടാണ് പോവുക. അപ്പോൾ ഓരോ ഉപയോഗിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് മൾട്ടിപ്പിൾ ആൾക്കാർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കളറൊക്കെ പലതും പല ഷേപ്പുള്ളത്. എന്നാൽ തന്നെ നമ്മൾ മാക്സിമം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ആസിഡ് വെച്ച് വരെ കഴുകിയ ചരിത്രങ്ങളുണ്ട് പാത്രങ്ങൾ. നമ്മളിതിക്ക് മലയാളിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ കട്ട്ലറ്റ് പൊരിക്കാൻ വേണ്ടിയിരുന്നപ്പോഴാണ് മുട്ടയും ബ്രെഡും അല്ലാത്ത കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോവാം. വീടിൻ്റെ അവിടെ നിന്ന് ഒരു 250 മീറ്റർ മാറിയാൽ തൊട്ടടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. നമുക്കൊരു ചെറിയ പാക്കറ്റൊക്കെ വാങ്ങി കേട്ടോ. അല്ലാത്ത ബ്രെഡിൻ്റെ സെക്ഷനാണ്. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ബ്രെഡാണ് കേട്ടോ. നന്നെന്ന് പറയും. ഇത്രയും ബ്രെഡ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. അതിൽ നമുക്ക് ഇത് സാധാ നോർമൽ ബ്രെഡാണ് വാങ്ങിക്കൽ. നമ്മൾ ബ്രെഡ് വാങ്ങിച്ച് ഇത് കുറേ ഉണ്ട്. ഞാനൊരു 6-7 ഉണ്ടാക്കിയിട്ട് നിർത്തും. എന്നിട്ട് ബാക്കി മസാല ഞാൻ ഇതുപോലെ ഷേപ്പ് ആക്കി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ മുട്ടയും ഉണ്ടാക്കി വെച്ചു. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഓൾറെഡി പൊരിച്ച് വെച്ച്. നമ്മൾ കട്ട്ലേറ്റ് ഞാൻ ഓൾറെഡി ഉരുട്ടി വെച്ചിന്. ലക്ഷ്മി അത് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ആക്കി വെക്കുന്നുണ്ട്. ഫുള്ള് ഹെൽപ്പറാണ്. ഇന്നലെ ആരും ഉണ്ടായില്ല, ഇന്ന് ആൾ കൂടിയിട്ടും പോയി. അപ്പം നമുക്കിനി കട്ട്ലേറ്റ് പൊരിക്കാം. ഞാൻ കുറച്ച് എണ്ണയിലാണ് കട്ട്ലേറ്റ് പൊരിക്കണേ. ഇടൂ ലക്ഷ്മി, നമുക്കിന്ന് ഹെൽപ്പർ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നല്ല സുഖം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പറയാനും സുഖ, വലിയ ക്ഷീണവും ഇല്ല. 5 വെക്കണം. കൈ ഇങ്ങയിൽ മുക്ക്. വേണമല്ലോ. ഞാൻ അതേപോലെ പണ്ട് ലൈഫിൽ ആദ്യമായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കൈ പൊള്ളിയതാണ്. എനിക്ക് എപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഓർമ്മ വരുന്നേ. ഞാൻ 6th-ലോ 7th-ലോ എന്തോ പഠിക്കുന്ന സമയത്താണ് ഉമ്മനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കിച്ചണിൽ കയറിയതാണ്. കട്ട്ലേറ്റ് ഞാൻ ഇങ്ങനെ നമ്മൾ വെള്ളത്തിലൊക്കെ കല്ലൊക്കെ എറിയില്ല, അതേപോലെ ഒരൊറ്റ ഇടയിലിരുന്നു ഇട്ട മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഉമ്മ ഓടിയേരി എന്നുള്ള വർത്താനായിരുന്നു. ഗൈസ്, ഞാൻ കുറേ സമയമായിട്ട് ഭയങ്കര പ്രസംഗത്തിലായിരുന്നു. ഇപ്പോഴാണ് ഇത് കാണുന്നില്ല എന്നുള്ള ലക്ഷ്മി വന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഹാര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്.
ഇവിടെ ഇമാം ബുഹാരിന്റെ ജന്മസ്ഥലമായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം ഇവിടെ ഭയങ്കര ഡ്രൈ ലാൻഡ് ആണ്, ഭയങ്കര പൊടിയും ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ചരിത്രത്തിൽ പറയപ്പെടുന്നത് പണ്ട് ഇവിടെ മരുഭൂമിയായിരുന്നു, എന്നിട്ട് ഏതൊക്കെയോ വലിയ വലിയ ആൾക്കാരുടെ കറാമത്ത് കാരണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ജനവാസ യോഗ്യമായത് എന്നൊക്കെയാണ് ഇതൊക്കെ പറയപ്പെടുന്നതും കേട്ടറിവുള്ള കഥകളും കാര്യങ്ങളുമാണ്. നമുക്ക് അറിയില്ല സത്യമാണോ അല്ലെന്നൊന്നും അറിയില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാർ മെജോറിറ്റി ആൾക്കാർ മുസ്ലിംസ് ആണ്. പക്ഷെ എല്ലാ ആൾക്കാരും നോമ്പെടുക്കണം, നിസ്കരിക്കണം, ഹിജാബ് ഇട്ട് നടക്കണം എന്നൊന്നുമില്ല. അവർക്ക് അവരുടേതായ ഒരു കൾച്ചർ ഉണ്ട്. അപ്പൊ നമ്മളെ സെക്കൻഡ് നോമ്പിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിക്ക്. അപ്പൊ നമ്മള് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു പൊരി ഉണ്ടാക്കിയാണ്, കട്ട്ലറ്റ് ഉണ്ട്, ഇന്നലത്തെ ഒരു സമൂസയും ബാക്കിയുണ്ട്, പിന്നെ കിവി, ഓറഞ്ച്, ഡേറ്റ്സ്, പഴം, ആപ്പിള്. ഇതൊക്കെ ലക്ഷ്മി ഒരു അലങ്കാരത്തിന് വേണ്ടി ഇത്ര അന്വേഷിച്ചു. ഇതൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇന്നലത്തെ കുറച്ച് പത്തിരി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ലക്ഷ്മിന്റെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ പഴവും ആപ്പിളും കൂടെ അടിച്ച ജ്യൂസും ഉണ്ട്. ലക്ഷറി തന്നെ സീൻ. ഇപ്പൊ അങ്ങോട്ട് കഴിച്ചങ്ങോട്ട് നോമ്പ് അങ്ങോട്ട് തുറന്നാൽ മതി. കണ്ടാ അവിടെ നോമ്പില്ലാത്ത ആൾക്കാരെ ബാഗ് കൊടുത്തിട്ട് മുമ്പേ തുറക്കുന്നത്. നമുക്ക് ലക്ഷ്മിന്റെ ഫ്രൈഡ് റൈസ് എങ്ങനെ നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, മസാല. അപ്പം എൻ്റെ ചെറിയ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ന് വ്ളോഗ് എടുക്കാൻ ട്രൈ ചെയ്ത്, കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ലക്ഷ്മി കൂടെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ വീഡിയോസ് എനിക്ക് നല്ല വൃത്തിക്ക് എടുക്കാൻ പറ്റി. സാധാരണ ഒറ്റയ്ക്ക് ആകുമ്പോൾ വീഡിയോസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഇന്ന് അതൊക്കെ സെറ്റായി. പിന്നെ ഇന്ന് പണികളാണെങ്കിലും നേരത്തെ തീർന്ന്. ഞാനൊരു പണി എടുക്കുമ്പോഴത്തേനും മറ്റേ സൈഡിൽ ലക്ഷ്മി ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീർന്ന്. അപ്പം ഇന്ന് നല്ലൊരു നോമ്പായിരുന്നു. പക്ഷെ നല്ല ക്ഷീണമുണ്ട്, പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. കാരണം ഇന്ന് നല്ല ചൂടുണ്ടായിരുന്നു, ഒരു 20-25 ഡിഗ്രി ഒക്കെ ആയിരുന്നു ഇവിടുത്തെ ചൂട്. അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. പിന്നെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിടാം. നമുക്ക് അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.